ഹായ് ഹലോ വെൽക്കം ടു ടാർഗറ്റ് ലേണിംഗ് ആപ്പ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കയറാം അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ് ഈ ക്ലാസ്സിൽ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളിലൊക്കെ SSLC സെക്കൻഡ് ടേമിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള എക്സാംസിലെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഒരു ടഫ് ഒന്നും ഇല്ലാത്ത ഒരു പക്ക ഒരു സിമ്പിൾ പാറ്റേണിൽ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതേമാതിരി റിവൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ എന്താണെന്ന് വെച്ചാൽ ചില പാഠത്തിൽ നമ്മൾ ഓരോ പാഠത്തിനും വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓരോ പാഠങ്ങൾ, അതായത് 4 പാഠങ്ങൾ നമ്മൾ റിവൈസ് ചെയ്ത്, അപ്പോൾ 4 പാഠത്തിൽ ഓരോ പാഠത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ് ഡിസ്കസ് ചെയ്യാണ്. അതായത് ഓരോ സെക്കൻഡ് ടേം എക്സാംസിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഒരു 10 ക്വസ്റ്റ്യൻ, ഒരു പാഠത്തിൽ നിന്ന് 10ൽ താഴെ ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതായത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് തോന്നും. ചിലത് എന്താ വെച്ചാൽ ചിലത് സെയിം സാധനമായിരിക്കും. ഇപ്പോൾ യൂസസ് ചോദിക്കും, യൂസസിൻ്റെ പോലെ തന്നെ ഫീച്ചേഴ്സ് ചോദിക്കും. അങ്ങനെ ഇത് മാറി മാറി ചോദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമുക്കറിയാം ടോപ്പോഗ്രാഫിക് മാപ്സിനെ കുറിച്ചാണ്. മാപ്സിൻ്റെ ലാൻഡ്സ്കേപ്സ് ആൻഡ് മാപ്സ് ത്രൂ ദി ഐസ് എന്നുള്ള ആ ഒരു ചാപ്റ്റർ ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ ഫോർത്ത് ചാപ്റ്ററാണ്. ഫോർത്ത് ചാപ്റ്ററിൽ ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. ഇത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. നെയിം ദ സെൻട്രൽ ഗവൺമെന്റ് ഏജൻസി ഇൻട്രസ്റ്റഡ് ടു പ്രിപ്പറേഷൻ ഓഫ് ടോപ്പോഗ്രാഫിക് മാപ്സ് ഇൻ ഇന്ത്യ. അതായത് ടോപ്പോഗ്രാഫിക് മാപ്സ് അഥവാ ധരാതലീയ ഭൂപടങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് ആരാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആരാണ് ഈ ധരാതലീയ ഭൂപടങ്ങൾ ചിന്തിക്കുന്നത്? എന്താണ് ഉത്തരം? സർവേ ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനമാണ് ഇന്ത്യയിൽ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഏജൻസി എന്ന് പറയുന്നത്. സർവേ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഏജൻസി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതും ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറല്ലേ? ഓക്കെ, വാട്ട് ഈസ് മെന്റ് ബൈ ഇന്റർവിസിബിലിറ്റി ഇൻ ടോപ്പോഗ്രാഫിക് മാപ്സ്? അഥവാ ധരാതലീയ ഭൂപടങ്ങളിൽ നേർക്കാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ധരാതലീയ ഭൂപടങ്ങളിൽ നേർക്കാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1 വേർഡിൽ അല്ലാണ്ട് നിങ്ങൾക്ക് എങ്ങനെ ചിന്തിച്ച് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒരു കുഴപ്പമില്ല, ആ പേരിൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട്. ഓക്കെ, ഇതിലെന്താന്ന് പറയുന്നത് വെച്ചാൽ ഇഫ് എനി 2 പ്ലേസസ് മ്യൂച്വലി വിസിബിൾ ദേ ആർ ഇന്റർവിസിബിൾ. അതായത് പരസ്പരം കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ തമ്മിൽ പരസ്പരം ദൃശ്യമാകുന്ന തരത്തിലുള്ള ഫാക്ടേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇന്റർവിസിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ദ ഇന്റർവിസിബിലിറ്റി അസസ്മെന്റ് ഈസ് ബീങ് അപ്ലൈഡ് ഫോർ ഇറക്ടിങ് ഇലക്ട്രിക് പോസ്റ്റ്, ടവർ ആൻഡ് വയർലെസ് ട്രാൻസ്മിഷൻ ടവേഴ്സ്. ഇലക്ട്രിക് പോസ്റ്റുകൾ അതുപോലെ തന്നെ വയറുകൾ, ഇതിനെ മാപ്പുകളിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇന്റർവിസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മലയാളത്തിൽ വേണമെങ്കിൽ പറയാം, ധരാതലീയ ഭൂപട വിശകലനത്തിൽ ഭൂപടത്തിലെ 2 സ്ഥലങ്ങൾ തമ്മിൽ പരസ്പരം ദൃശ്യമാണെങ്കിൽ അവ തമ്മിൽ നേർക്കാഴ്ചയിലാണെന്ന് പറയാം. റെഡി അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആയിട്ടില്ലേ? ഇപ്പൊ നമുക്ക് അടുത്തതിലേക്ക് മൂവ് ചെയ്യാം. ലിസ്റ്റ് ഔട്ട് ദി യൂസസ് ഓഫ് ടോപ്പോഗ്രാഫിക് മാപ്സ്. അഥവാ ധരാതലീയ ഭൂപടങ്ങളുടെ ഉപയോഗം എന്താണ്? ധരാതലീയ ഭൂപടങ്ങളിലെ ഉപയോഗം എന്താണ്? എന്താണ് ഈ ധരാതലീയ ഭൂപടങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു നേട്ടം, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും? ഒന്ന് ആലോചിക്കാം. നമുക്കൊന്നുകൂടി നോക്കാം. അനാലിസിസ് ഓഫ് ദ ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ് ഓഫ് എർത്ത് സർഫേസ്. അതായത് എന്താണ്? ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷങ്ങൾ വിശകലനം ചെയ്യുന്നതിന്. സാംസ്കാരികവും അതുപോലെ തന്നെ ഭൗതികവും എന്ന് പറഞ്ഞാൽ എന്താണ്? മാൻമെയ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ വിശകലനം ചെയ്യുന്നതിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എന്തിനു ഉപയോഗിക്കാം? ഫോർ മിലിറ്ററി ഓപ്പറേഷൻസ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മിലിറ്ററി ഓപ്പറേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത എന്താണ്? ഐഡന്റിഫിക്കേഷൻ ആൻഡ് സ്റ്റഡിങ് നാച്ചുറൽ ആൻഡ് കൾച്ചറൽ സോഴ്സസ് ഓഫ് റീജിയൻസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മാൻമെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ റീജിയൻസിനെ വിശകലനം ചെയ്യുന്നതിന്. അതുപോലെ തന്നെ എന്താണ്? പാർട്ട് ഓഫ് ഇക്കണോമിക് പ്ലാനിങ്, സാമ്പത്തിക
സാമ്പത്തികമായിട്ടുള്ള പ്ലാനിങ്ങൾ കാര്യങ്ങൾ, അതായത് അർബൻ പ്ലാനിങ് അതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ടോപ്പോഗ്രാഫിക് മാപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. റെഡി അല്ലേ? ഈ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കണം. കാരണം പല പ്രാവശ്യങ്ങളിലായിട്ട് ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഫീച്ചേഴ്സ് ചോദിച്ചാലും ഇത് തന്നെയാണ്, ഫീച്ചേഴ്സ് ഇത് തന്നെയാണ്, യൂസ് ഇത് തന്നെയാണ്. ഈ ടോപ്പോഗ്രാഫിക് മാപ്പുകളാണ് ചോദിക്കുന്നതെങ്കിൽ അതിനും നിങ്ങൾക്ക് ഇതേ ഉത്തരം തന്നെ എന്ത് ചെയ്യാം? എഴുതാം. റെഡി അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞതെന്ന് വെച്ചാൽ കമ്പയർ ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ടോപ്പോഗ്രാഫിക് മാപ്സ്. നമ്മൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനോട് ഭയങ്കര സാമ്യതയുള്ള ഒരു സാധനമാണ്. നമുക്ക് ഇത് വെച്ച് എന്ത് ചെയ്യാം? നമ്മളെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കമ്പയർ ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ടോപ്പോഗ്രാഫിക് മാപ്സ്. ടോപ്പോഗ്രാഫിക് മാപ്പുകളിൽ എന്തൊക്കെ തരത്തിലുള്ള എന്ത് ചെയ്യാം? ഭൂപടങ്ങളിലെ ഭൗതിക സവിശേഷതകളും സാംസ്കാരിക സവിശേഷതകളുമാണ് വിശകലനം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്നത് ഫസ്റ്റ് ഫിസിക്കൽ ഫീച്ചേഴ്സ് അഥവാ നാച്ചുറൽ ഫീച്ചേഴ്സ്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്രകൃതിയിൽ സ്വമേധയ ഉണ്ടാവുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ അതായത് അതിന് ഉദാഹരണമായിട്ട് എന്തൊക്കെ പറയാം? വാട്ടർ ബോഡീസ്, അതായത് എന്തൊക്കെയുണ്ട്? നദികളുണ്ട്, അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളുണ്ട്, അങ്ങനത്തെ വാട്ടർ ബോഡീസ് ഉണ്ട്. ഫോറസ്റ്റ്, കാടുകളുണ്ട്, അതുപോലത്തെ എന്താണ്? മൗണ്ടൈൻസ്, കുന്നുകളുണ്ട്. അടുത്തെന്താണ്? പ്ലേഷ്യൂസ് ആൻഡ് വാലീസ്. പ്ലേഷ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ വാലീസ് ഉണ്ട്, താഴ്വരകളുണ്ട്. അതുപോലെ തന്നെ വേറെ കൾച്ചറൽ, അതായത് മാൻമെയ്ഡ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള എന്തൊക്കെയുണ്ട്? റോഡുകളുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? റെയിൽവേ ട്രാക്കുകളുണ്ട്, അതുപോലെ തന്നെ സെറ്റിൽമെന്റ്സ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ വർഷിപ്പ് പ്ലേസസ്, അതായത് വർഷിപ്പ് പ്ലേസസിൽ എന്തൊക്കെയുണ്ട്? പള്ളികളുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? അമ്പലങ്ങളുണ്ട്. ഇതൊക്കെ എന്താണ്? വർഷിപ്പ് പ്ലേസസ് ആണ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ. ഈ വക കാര്യങ്ങളെ ക്ലാസിഫൈ ചെയ്ത് എഴുതാണ്. നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മാൻമെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും. നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം അല്ലേ എന്തൊക്കെയുണ്ട് നാച്ചുറൽ ആയിട്ട്? അതായത് പ്രകൃതിയിൽ നമ്മൾ മനുഷ്യനിർമ്മിതമല്ലാത്ത കാര്യങ്ങളുണ്ട്. കുന്നുകള്, മലകള്, ഡെസേർട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്? നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്നതാണ്, മനുഷ്യനിർമ്മിതമല്ല. അതുപോലെ തന്നെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പാലങ്ങളുണ്ടാവും, റോഡുകളുണ്ടാവും, റെയിൽവേസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. ശരിയാണല്ലോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു കോണ്ടൂർ ലൈൻസ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ വിശകലനം ചെയ്തതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സെക്കൻഡ് ടേമിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള, അതായത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ഇപ്പോൾ 6 മാർക്സിന്റെ ലാസ്റ്റിലെ 28ാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് മോർ ക്വസ്റ്റ്യൻ ആയിട്ടും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ കോണ്ടൂർ ലൈൻസ് ആണ്. എല്ലാ പാർട്ടിൽ നിന്നും കോണ്ടൂർ ലൈൻസിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കോണ്ടൂർ ലൈൻസ് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കണം കേട്ടോ. ഇപ്പൊ കോണ്ടൂർ ലൈൻസ് അഥവാ കോണ്ടൂർ രേഖകൾ എന്താണ്? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ നമുക്ക് അതിലേക്ക് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്നത്? കോണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇമാജിനറി ലൈൻസ് ആണ്. അതായത് സാങ്കല്പികമായിട്ട് വരയ്ക്കപ്പെടുന്ന ഒരു ലൈനാണ്. അതായത് ഇങ്ങനെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല, നമുക്ക് സാങ്കല്പികമായിട്ടുള്ളൊരു സംഗതി മാത്രമാണ്, ഈ ഒരു ഇമാജിനറി ലൈനാണ്. അതുപോലെ തന്നെ എന്താണ്? മാപ്സ് കണക്ടിങ് ദോസ് പ്ലേസസ് ഹാവിംഗ് ഈക്വൽ എലിവേഷൻ ഫ്രം ദ സീ ലെവൽ. അതായത് സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഹൈറ്റ് കീപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈനാണ് എന്തെന്ന് പറയുന്നത്? കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് ഈ ക്വസ്റ്റ്യൻസ് നോക്കുക. വാട്ട് ആർ കോണ്ടൂർ ലൈൻസ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി അടുത്ത് നോക്കുക. മെൻഷൻ ദ കളർ യൂസ് ടു റെപ്രസെന്റ് ദ കോണ്ടൂർ ലൈൻസ്. കോണ്ടൂർ ലൈനുകളെ റെപ്രസെന്റ് ചെയ്യുന്ന കളർ ഏതാണ്? അടുത്ത് വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ക്യാൻ ബി അസസ്ഡ് ഫ്രോം ദി കോണ്ടൂർ ലൈൻസ്. കോണ്ടൂർ ലൈനിൽ നമുക്ക് എന്തൊക്കെ അടയാളപ്പെടുത്താൻ വേണ്ടി പറ്റും? 3 things assessed from contour lines in topographic maps. ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ലൈനിലും 3 സാധനങ്ങളെ അടയാളപ്പെടുത്താൻ വേണ്ടി പറ്റും. എന്തൊക്കെയാണ്? ആൾട്ടിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉയരം. അതുപോലെ തന്നെ ചെരിവിന്റെ അളവ്, നേച്ചർ ഓഫ് ദ സ്ലോപ്പ്, ചെരിവിന്റെ അളവ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചെരിവാണ്. അതുപോലെ തന്നെ ഷേപ്പ് ഓഫ് ദ ലാൻഡ് ഫോംസ്, ഭൂരൂപത്തിന്റെ ആകൃതി ഷേപ്പുകൾ എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, റെഡി ആണല്ലോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോണ്ടൂർ ലൈൻ ഒന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കണ്ടോ. കോണ്ടൂർ ലൈൻ പല പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക. നെക്സ്റ്റ് വൺ എന്താണ് ഈ ഒരു
ഈ ഒരു പിക്ചർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് ഒന്ന് നോക്കിയോ. അപ്പൊ ഇതെന്താണ്? കോട്ടയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോർട്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ലിസ്റ്റ് എനി ടു കോണ്ടെക്സ്റ്റ് വേർ ദ പോസിബിലിറ്റീസ് ഓഫ് ഇന്റർവിസിബിലിറ്റി ഓഫ് ടോപ്പോഗ്രഫിക് മാപ്പ് ക്യാൻ ബി യൂസ്ഡ്. നേരത്തെ നമ്മൾ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ, ഒരു വ്യത്യാസമില്ല. എന്താണ് പറയുന്നത്? ഇന്റർവിസിബിലിറ്റി എങ്ങനെ എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഒന്ന് പറഞ്ഞു നോക്കോ. ഇന്റർവിസിബിലിറ്റി എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? ഇന്റർവിസിബിലിറ്റി യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ എവിടേക്കാണ്? എന്തിനൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? വൈദ്യുതി പോസ്റ്റുകൾ, മൊബൈൽ ടവറുകൾ, വയർലെസ് ട്രാൻസ്മിഷൻ ടവറുകൾ, ഇവ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഇന്റർവിസിബിലിറ്റി യൂസ് ചെയ്യുന്നത്. ഇന്റർവിസിബിലിറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മ്യൂച്വലി വിസിബിൾ ആയിട്ട് അല്ലെങ്കിൽ പരസ്പരം കാണാൻ പറ്റുന്ന സാധനങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിസിബിൾ എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിന്റെ യൂസസ് നേരത്തെ നമ്മൾ അതെന്താന്നുള്ളത് ചോദിച്ചു, ഇവിടെ അതിന്റെ യൂസസ് ആണ് ചോദിച്ചത്. ഒന്നുമില്ല, ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ഈ സെയിം പാറ്റേൺ തന്നെയാണ് തിരിച്ചു മറിച്ചും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റൂലേ? റെഡി. ഞാൻ അടുത്ത് നോക്കാം. വാട്ട് ആർ ടോപ്പോഗ്രഫിക് മാപ്സ്? ലിസ്റ്റ് എനി 3 യൂസസ് ഓഫ് ടോപ്പോഗ്രഫിക് മാപ്സ്. നേരത്തെ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ, ഇത് 3 പ്രാവശ്യം ചോദിച്ച ഒരു സാധനം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പലപ്പോഴായിട്ട് 2022, 19, 20 17 വരെ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്? ടോപ്പോഗ്രഫിക് മാപ്പിന്റെ യൂസസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ റെഡി ആണല്ലോ? നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റില്ലേ? നേരത്തെ പറഞ്ഞ കാര്യം കൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി നോക്കാം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴായിട്ട് നേരെ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഇത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 6 മാർക്ക് ഉറപ്പിക്കാൻ എന്തായാലും കിട്ടും. വേറെ ഒന്നും പഠിച്ചില്ല, 6 മാർക്കിന്റെ സാധനം എന്തായാലും കിട്ടും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നുള്ള വേറെ ഒരു ടെക്നിക്കാട്ടോ. ഓക്കെ, അപ്പൊ ഇത് നോക്കാം. ഇവിടെ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമ്മൾ മനസ്സിലാവും എന്താണ് ഇവിടെ ചോദിക്കാൻ പോകുന്നത്. 4 ഗ്രേഡ് റെഫറൻസുകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ 6 ഗ്രേഡ് റെഫറൻസിനെ കുറിച്ചാണ്. ഇവിടെ നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ഐഡന്റിഫൈ എനി വൺ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഷോൺ ഇൻ ദ ഗ്രിഡ്സ്. അതായത് ഏതെങ്കിലും മനുഷ്യനിർമ്മിതമായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ഭൗതിക സവിശേഷതകൾ, ഈ ഗ്രിഡിൽ നിന്നും ഒരു ഭൗതിക സവിശേഷം എന്ത് ചെയ്യാം? പോയിന്റ് ചെയ്യാം. ഒന്ന് പറഞ്ഞു നോക്കോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഫിസിക്കലാണ്, ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത്. നാച്ചുറൽ ഫീച്ചേഴ്സ് ആണ്, മാറിപ്പോയത്. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ഭൗതിക സവിശേഷങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതുക. ഒന്ന് നോക്കുക കറക്റ്റായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. റിവർ ലേക്ക് ആണ്, മനുഷ്യനിർമ്മിതമല്ല, നേച്ചറാണ്. ഞാൻ പറഞ്ഞില്ലേ, ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ നേച്ചറിൽ ഉണ്ടാവുന്ന സാധനം എന്താണ്? റിവർ ആണ് ഇതിൽ എന്തെന്ന് പറയുന്നത്? മനുഷ്യനിർമ്മിതമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 853373 എന്ന ഗ്രിഡ് റെഫറൻസ് ഏത് ഭൂതല സവിശേഷതയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത്? നോക്കുക, 6 ഗ്രേഡ് റെഫറൻസ് നമ്പർ നോക്കുക. 85 എവിടെ വരുന്നത് നോക്കുക. 85 73 എന്താണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഏത് സ്ഥലത്തെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞു നോക്കുക. ഇതെന്താണ്? ലൈറ്റ് ഹൗസ് ആണ്. എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ ഒരു നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് ഹൗസ് ആണ്. ക്ലിയർ അല്ലേ? ഇനി 4 ഗ്രിഡ് റെഫറൻസിലൂടെ തടാകത്തിന്റെ സ്ഥാനനിർണ്ണയം നടത്തുക. ഇവിടെ തടാകം എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ 4 ഗ്രിഡ് റെഫറൻസ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇവിടെ എന്താണ്? ഇതിന് നേരെയുള്ള സംഖ്യ വെച്ചിട്ട് നോക്കുക. 4 ഗ്രേഡ് റെഫറൻസ് ആണ്. കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 82 ആണ്. 82ന്റെ നേരെ 35 വരുന്നുണ്ട്. അപ്പോൾ എത്രയാണ് വരുന്നത്? 8235. ഇത് 35 ആണ്. ഇവിടെ 82. അങ്ങനെ ഈ 82 35 സംയോജിതമായിട്ട് വരുന്ന സ്ഥലങ്ങളിലാണ് എന്ത് പറയുന്നത്?
8235. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എത്ര പ്രാവശ്യം 3 പ്രാവശ്യവും ഈ കഴിഞ്ഞ പാറ്റേണിൽ മൊത്തം ചോദിച്ചിട്ടുള്ള ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ് 8235 ആണ് എന്തെന്ന് പറയുന്നത്, 4 ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ ക്ലിയർ ആണല്ലോ. അടുത്ത നോക്കുക, ആറൊക്കെ ഗ്രിഡ് റെഫറൻസിലൂടെ കുഴൽ കിണറിന്റെ സാധനം നടത്തുക. ഇവിടെ കുഴൽ കിണർ എവിടെയുള്ളത് നോക്കുക, കുഴൽ കിണർ എവിടെയുള്ളത് ഒന്ന് പറഞ്ഞു നോക്കുക. ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ? 8363 കിടക്കുന്നത്. നോക്കുക, 8363 വരുന്നത്. ക്ലിയർ ആണല്ലോ. കുഴൽക്കിണർ വരുന്നതാണ് 83, ഇവിടെയാണ് വരുന്നത്. 6 ഗ്രിഡ് റെഫറൻസ് ആകുമ്പോൾ അതിന്റെ സ്ഥാനം നിർണ്ണയം ഈ ഭാഗത്തേക്ക് വരുന്നു. അങ്ങനെ 836343 എന്നുള്ള പാറ്റേണിൽ എന്ത് ചെയ്യുന്നു, ആ സ്ഥാനം നിർണ്ണയം നടക്കുന്നു. 6 ഗ്രിഡ് റെഫറൻസ് പറഞ്ഞാൽ അതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതേമാതിരി തന്നെ ഒരു വ്യത്യാസവും ഇല്ലാതെ റിപ്പീറ്റഡ് ആയിട്ട് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കറക്റ്റ് ആയിട്ട് നോക്കുക. 836343 ഉണ്ട്, 6 ഗ്രിഡ് റെഫറൻസ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, 6 ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 6 സംഖ്യകൾ ഉണ്ടാവും. അതുപോലെ തന്നെ 4 ഗ്രിഡ് പറയുമ്പോൾ 4 സംഖ്യകൾ ഉണ്ടാവും. നിങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കറക്റ്റായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം മാത്രമാണ്. അപ്പോൾ അത് തെറ്റിക്കരുത് കേട്ടോ. ക്ലിയർ ആവുന്നില്ല? ഇപ്പൊ ഒന്ന് നോക്കുക, മാപ്പിൽ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് നോക്കി നോക്കുക. ക്ലിയർ അല്ലേ? ഇപ്പൊ മാപ്പ് കാണാൻ പറ്റുന്നില്ലേ? മാപ്പ് കാണാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. ഒന്ന് കമന്റ് ചെയ്യാം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. 6 ഗ്രിഡ് ആവുമ്പോൾ 4 ഗ്രിഡ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്ഥാനം നിർണ്ണയം നടത്തുമ്പോൾ 8263 എന്നുള്ള ഫോർമാറ്റിൽ ഇവിടെ ഈ ഒരു പോർഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇന്റർസെക്റ്റിൽ നിന്നും ലെഫ്റ്റ് സൈഡിലാണ് 4 ഗ്രിഡ് റെഫറൻസ് ആകുമ്പോൾ വരിക. നേരെ മറിച്ച് 6 ഗ്രിഡിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകും. അത് നോക്കി വെക്കുക. ഈ ഒരു വ്യത്യാസം മാത്രമേ രണ്ടിലും വരുന്നുള്ളൂ. പിന്നെ എന്തുണ്ട്, 4 ഗ്രിഡ് ആകുമ്പോൾ 4 സംഖ്യകളുണ്ടാവും, 6 ഗ്രിഡ് ആകുമ്പോൾ 6 സംഖ്യകളുണ്ടാവും. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കാണാം. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്, മെൻഷൻ ഗോൾസ് ഓഫ് ഫിസ്ക്കൽ പോളിസി, അഥവാ ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്. ഒന്ന് പറഞ്ഞു നോക്കാം, എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ധനനയത്തിനുള്ളത്, ഫിസ്ക്കൽ പോളിസിക്ക് ഉള്ളത്? എന്തൊക്കെയാണ് ധനനയം എന്ന് പറഞ്ഞാൽ നമ്മളെ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങളാണ്. ടാക്സ് ഉണ്ടാവും, അതിൽ എന്തൊക്കെ ഉണ്ടാവും, നമ്മൾ ഗവേണിങ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടാവും, പല ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെയുണ്ട്, അറ്റൈൻ എക്കണോമിക് സ്റ്റെബിലിറ്റി, സാമ്പത്തികമായിട്ടുള്ള സ്ഥിരത കൈവരിക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത എന്താണ്, ക്രിയേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, എന്തെയാണ്, നമ്മുടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് കൺട്രോൾ അൺനെസസറി എക്സ്പെൻഡിച്ചർ, അനാവശ്യപരമായിട്ടുള്ള ചെലവുകളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് സാമ്പത്തിക സ്ഥിരത, ഈ ഒരു ഇതിന്റെ മലയാളം തന്നെയാണ് അടിയിലുള്ളത്. ഓക്കെ, അപ്പൊ ഇത് നോക്കാം. ഈ 3 പോയിന്റുകൾ മാത്രമാണ് എന്തുള്ളത്, ഫിസ്ക്കൽ പോളിസീസിന്റെ യൂസസ് അല്ലെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സർചാർജസ് ആൻഡ് സെസ്. എന്താണ് സർചാർജ് ആൻഡ് സെസ് തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ ഫിസ്ക്കൽ പോളിസീസിൽ നമ്മൾ പഠിച്ച്, പബ്ലിക് എക്സ്പെൻഡിച്ചർ പബ്ലിക് റവന്യൂവിൽ നമ്മൾ പഠിച്ച് റവന്യൂ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ റവന്യൂ കൈവരിക്കാനുള്ള ഒരു മാർഗമാണ് സർചാർജും സെസ്സും എന്ന് പറയുന്നത്. ഇതെന്താണ്, നോൺ ടാക്സ് റവന്യൂസ് ആണ്. ഈ രണ്ട് റവന്യൂ എന്ന് പറയുന്നത് നോൺ ടാക്സ് ആണ്. ടാക്സ് അല്ലാണ്ട് നമുക്ക് നമ്മുടെ ഗവൺമെന്റിന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു മാർഗമാണ് സർചാർജും സെസ്സും എന്ന് പറയുന്നത്. എന്നാൽ സർചാർജ് നോക്കാം. സർചാർജ് ഈസ് അഡീഷണൽ ടാക്സ് ഓൺ ടാക്സ് എമൗണ്ട്. ദിസ് ഇമ്പോസ്ഡ് ടു certain period of time. Usually surcharge is imposed as given percentage on income tax. അതായത് ഇൻകം ടാക്സ്, വരുമാനത്തിൽ നിന്ന് നമ്മുടെ ഗവൺമെന്റ് ചുമത്തുന്ന ടാക്സ് ഉണ്ട്, ചില ആൾക്കാരുടെ വരുമാനത്തിൽ ചുമത്തുന്ന ടാക്സ് ഉണ്ട്. അതിന്റെ മുകളിൽ അഡീഷണലി അല്ലെങ്കിൽ അതിൽ കുറച്ച് ആഡ് ചെയ്തുകൊണ്ട് ചുമത്തുന്ന ഒരു ചാർജാണ് എന്ന് പറയുന്നത് സർചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, സർചാർജ് എന്താണ്, ഒരാളുടെ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി.
അയാളുടെ ഇൻകം ടാക്സ് അല്ലാണ്ട് വേറെ ഒരു എക്സ്ട്രാ നികുതി ചുമത്തുന്ന ഒരു പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്, സർചാർജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് നോക്കാം, സെസ് ഈസ് ആൻ അഡീഷണൽ ടാക്സ് ഓൺ മീറ്റിംഗ് സം സ്പെഷ്യൽ പർപ്പസ് ഓഫ് ഗവൺമെന്റ്. അതായത് ഗവൺമെന്റിന് എന്ത് ചെയ്യാണ്, ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾ, സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന നികുതി. അതായത് വിദ്യാഭ്യാസ സെസ്, വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇപ്പോൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു ടാക്സ് എമൗണ്ട് ചുമത്തുകയാണ്. അപ്പോൾ ജനറൽ പബ്ലിക്കിന്റെ മുകളിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈടാക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഈ രണ്ട് കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, സർചാർജ് ആൻഡ് സെസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കാം, വാട്ട് ആർ ദ റീസൺസ് ഇൻക്രീസസ് ഇന്ത്യസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, അഥവാ പൊതുചിലവ് വർദ്ധിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്. പൊതുചിലവ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ എങ്ങനെയൊക്കെ വർദ്ധിക്കാം ഒന്ന് ആലോചിച്ച് നോക്കാം. ഗവൺമെന്റിന് ഇപ്പോൾ അധികമായുള്ള ചെലവ് വരികയാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാം, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം, ഒന്ന് പറഞ്ഞു നോക്കുക. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഗവൺമെന്റിൽ എന്ത് ചെയ്യാണ്, അധിക ചെലവുകൾ ഉണ്ടാവുകയാണ്. എങ്ങനെയൊക്കെ, ഇൻക്രീസിങ് പോപ്പുലേഷൻ എന്ത് ചെയ്യാം, വർദ്ധിക്കാം. ആൾക്കാരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും, ഓരോ ആൾക്കാർക്കും ചെലവാക്കേണ്ട കണക്ക് എന്ത് കൂടുതൽ വരും. അപ്പോൾ ഓക്കെ, ഇൻക്രീസിങ് പോപ്പുലേഷൻ അഥവാ ജനസംഖ്യാ വർധനവ്. അടുത്ത നോക്കുക, ഇൻക്രീസ് ഇൻ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ അഥവാ പ്രതിരോധ ചെലവിന്റെ വർധനവ്. നമ്മുടെ മിലിറ്ററിക്കൊക്കെ യൂസ് ചെയ്യുന്ന പൈസ ഉണ്ടാവും, അതിലെന്തുണ്ടാവും, അതിൽ വർധനവ് വരുമ്പോൾ ഒന്നുണ്ടാവും, നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടും. അതുപോലെ തന്നെ എന്താണ്, വെൽഫെയർ ആക്ടിവിറ്റീസ്, നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെലവുകൾ കൂടുമ്പോൾ. അടുത്തെന്താണ്, അർബനൈസേഷൻ, നഗരവൽക്കരണം അല്ലെങ്കിൽ വ്യാവസായികവൽക്കരണം. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട്, ഈ വക കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുക, പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടുകയാണ്. ഓക്കെ, റെഡി ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് നോക്കുക, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പേഴ്സണൽ ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ്. വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി എന്നിവയുടെ വ്യത്യാസം എന്താണ്? എന്താ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ലേ? സിമ്പിൾ ആണല്ലോ. ആദായ നികുതി അല്ലെങ്കിൽ കോർപ്പറേറ്റ് നികുതി എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു കമ്പനിയുടെ പ്രോഫിറ്റിന്റെ മുകളിൽ ചുമത്തുന്ന അല്ലെങ്കിൽ ലാഭത്തിന്റെ മുകളിൽ ചുമത്തുന്ന നികുതിയാണ് എന്ത്, അല്ലെങ്കിൽ ടാക്സ് ആണ് എന്ത്, കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഉണ്ടാവും, വലിയ കമ്പനികൾ ഉണ്ടാവും. ഈ കമ്പനീസിന്റെ ഒക്കെ പ്രോഫിറ്റുകൾ പറഞ്ഞാൽ വളരെ ഭീമമായിട്ടുള്ള പ്രോഫിറ്റ് ആയിരിക്കും. ആ ലാഭത്തുകയുടെ മുകളിൽ ചുമത്തുന്ന ടാക്സുകൾ അല്ലെങ്കിൽ നികുതിയാണ് എന്തെന്ന് പറയുന്നത്, കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ ഒരാളുടെ വരുമാനത്തിന് മുകളിൽ ചുമത്തുന്നത്. ക്ലിയർ ആണല്ലോ, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലല്ലോ. എന്താണ് വ്യക്തിഗത നികുതി എന്ന് പറയുമ്പോൾ, ഒരാളുടെ ലാഭത്തിന്റെ മുകളിൽ, അയാൾ ബിസിനസ് ചെയ്ത് അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ മുകളിൽ കിട്ടുന്ന അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ചുമത്തുന്ന നികുതിയാണ് എന്തെന്ന് പറയുന്നത്, പറഞ്ഞോളൂ, കോർപ്പറേറ്റ് ടാക്സ്. ഓക്കെ, അതുപോലെ തന്നെ പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അയാളുടെ വരുമാനത്തിന്റെ മുകളിൽ ചുമത്തുന്ന നികുതിയാണ് പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ലല്ലോ അത്. ഇത് തന്നെയാണ് പറയുന്നത്, വരുമാനത്തിൽ ചുമത്തുന്ന നികുതിയാണ്. അതുപോലെ തന്നെ നിശ്ചിത വരുമാന പരിധിക്ക് മുകളിൽ വരുന്ന തുകയ്ക്കാണ് നികുതി. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ എന്താ ഉണ്ടാവും, ഒരു 10,000 രൂപയ്ക്ക് ഇൻകം ഉണ്ടാവുള്ളൂ, അയാൾക്കൊന്നും നികുതി ഉണ്ടാവില്ല. അല്ലെങ്കിൽ 2,000 അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക കണക്കുണ്ടാവും. ഈ കണക്കിന്റെ ചുവടെ വരുന്ന ആൾക്കാർക്കൊന്നും എന്തുണ്ടാവില്ല, നികുതി ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ മുകളിലുണ്ടാവും. ചിലവർക്കൊക്കെ 1.5 ലക്ഷം രൂപയ്ക്ക് ശമ്പളം വരുന്നുണ്ടാവും, അല്ലെങ്കിൽ മാസം 1 കോടി രൂപയ്ക്ക് ശമ്പളം വാങ്ങുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ എന്തുണ്ടാവും, നികുതി ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആണല്ലോ, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി കോർപ്പറേറ്റ് നികുതി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്ത് ചെയ്യാണ്, ഒരു വലിയ കമ്പനി, വലിയ വരുമാനങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന കമ്പനീസിന് എന്തുണ്ടാവുകയാണ്, ഭയങ്കര വലിയ പ്രോഫിറ്റ് ഉണ്ടാവുകയാണ്. ഈ പ്രോഫിറ്റിന്റെ മുകളിൽ ചുമത്തുന്ന നികുതിയാണ്, അല്ലെങ്കിൽ ലാഭത്തിന്റെ മുകളിൽ ചുമത്തുന്ന നികുതിയാണ് കോർപ്പറേറ്റ് നികുതി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി അടുത്തതിലേക്ക് കയറാം. എക്സ്പ്ലെയിൻ ദ സോഴ്സസ് ഓഫ് നോൺ ടാക്സ് റവന്യൂ ഓഫ് ഗവൺമെന്റ്. അതായത് ടാക്സ് അല്ലാതെ, ടാക്സ് ഏതര അല്ലെങ്കിൽ നികുതി ഏതര വരുമാന മാർഗങ്ങളെ കുറിച്ച് വിശദമാക്കുക. ഒരു വളരെ സിമ്പിളാണ്. നമ്മളെ പേഴ്സണൽ ലൈഫിൽ നിന്ന് തന്നെ എടുത്ത് പറയാം. നമുക്ക് എന്ത് ചെയ്യാം, ചാർജുകൾ, ഫൈനുകൾ. നമ്മളിപ്പോൾ ഹെൽമെറ്റ് ഇടാണ്ട് പോയി കഴിഞ്ഞാൽ പെറ്റി കേസിന് നമ്മൾ എന്ത് ചെയ്യും, ഫൈന് ചുമത്തും, പോലീസ് ഫൈൻ ചുമത്തും. ഇതൊക്കെ എന്താണ്, നോൺ ടാക്സ് റവന്യൂ ആണ് ഗവൺമെന്റിന്റെ. എന്തൊക്കെയാ നോക്കാം. ഫീസ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഫീസ് തന്നെയാണ് ഫസ്റ്റ് വരുന്നത്. ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തുണ്ട്, നമ്മൾ നിയമം വയലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നിയമം പാലിക്കാണ്ട് പോകുമ്പോൾ പോലീസുകാരൻ ഫൈൻ ചുമത്തുന്നത്. ഫീസ് എന്ന് പറയുമ്പോൾ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യും, ഗവൺമെന്റ് നമ്മളെ നിന്ന് ഫീസ് വാങ്ങും. ഇപ്പോൾ
വലിയ വലിയ എമൗണ്ട് ഒന്നുമില്ല, ചെറിയ ചെറിയ എമൗണ്ട്സ് ഒക്കെ കേട്ടോ. അതൊക്കെ എന്താണ് ഗവൺമെന്റ് സർവീസസിന്റെ മുകളിൽ ചുമത്തുന്ന നികുതി. അപ്പോൾ ലൈസൻസ് എടുക്കാൻ ഫീസ് ഉണ്ട്, അതുപോലെ തന്നെ ഉണ്ട് രജിസ്ട്രേഷൻ്റെ ഫീസ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നമ്മൾക്ക് ഫസ്റ്റ് ചേരുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു എമൗണ്ട് കൊടുക്കും, ഒരു 250 രൂപയ്ക്ക് ഉള്ളൂ. അപ്പോൾ അത്രയ്ക്ക് വരുന്നത് എന്താണ് ഗവൺമെന്റിന് കിട്ടുന്ന നികുതിയാണ്, അല്ലെങ്കിൽ സോറി നികുതി ഏതൊരു വരുമാനമാണ്. റെഡി ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഫൈൻസ് ആൻഡ് പെനൽറ്റീസ് ഞാൻ പറഞ്ഞ കാര്യം. അതുപോലെ തന്നെ ഗ്രാൻഡുകളാണ്. ഗ്രാൻഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഫൈനാൻഷ്യൽ എയ്ഡ് പ്രൊവൈഡഡ് ബൈ ഗവൺമെന്റ്, അതായത് ഗവൺമെന്റിന് കിട്ടുന്ന സാമ്പത്തിക സഹായം. ഗവൺമെന്റിന് കിട്ടുന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ എന്താണ് നോൺ ടാക്സ് റവന്യൂ ആണ്. പിന്നെ അതുപോലെ എന്തുണ്ട് ഇൻട്രസ്റ്റുകളുണ്ട്. ഇൻട്രസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പലിശകളുണ്ട്. ചില ഗവൺമെന്റ് കിട്ടുന്ന പൈസ എന്ത് ചെയ്യും, ഗവൺമെന്റ് ആരുടെയും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ പല ഗവൺമെന്റുകൾ എന്ത് ചെയ്യും, പലിശയ്ക്ക് എന്ത് ചെയ്യും, പലിശ കിട്ടും. ഇപ്പോൾ വലിയ വലിയ എമൗണ്ടും ഒക്കെ ലോകബാങ്കിലൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ പഠിക്കുന്ന ആവശ്യമില്ല, നമ്മളിങ്ങനെ ജസ്റ്റ് നോക്കിയാൽ മതി. പലിശകളുണ്ട്. ഗവൺമെന്റ് റിസീവ് ഇൻട്രസ്റ്റ് ലോൺസ് ഫ്രോം വേരിയസ് എന്റർപ്രൈസസ് ആൻഡ് ഏജൻസീസ് ഓഫ് കൺട്രീസ്. അതായത് എന്ത് ചെയ്യാണ് ഗവൺമെന്റിന്റെ പല കമ്പനികളിൽ അല്ലെങ്കിൽ എന്റർപ്രൈസുകളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് അവിടെ കൊണ്ടുപോയിട്ട് പണം നിക്ഷേപിക്കുമ്പോൾ ഈ നിക്ഷേപിച്ച പണത്തിന്റെ മുകളിൽ നിന്നും എന്ത് ചെയ്യും, ഒരു പലിശ കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാണ്ട് പലിശനെ മാത്രം നമുക്ക് പഠിച്ചാൽ മതി. അടുത്തത് പ്രോഫിറ്റ് ആണ്. ഗവൺമെന്റ് എന്ത് ചെയ്യും, ഗവൺമെന്റ് ചില കമ്പനികൾ റൺ ചെയ്യുന്നുണ്ട്, KSRTC മാരത്തെ, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റ് നോക്കുകയാണെങ്കിൽ റെയിൽവേ, അങ്ങനത്തെ ചില പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്, പബ്ലിക് കമ്പനീസ് ഉണ്ട്. അപ്പോൾ പബ്ലിക് കമ്പനീസിന്റെ മുകളിലൊക്കെ എന്ത് കിട്ടും, റവന്യൂ കിട്ടും. അങ്ങനത്തെ റവന്യൂ എന്താണ് ഗവൺമെന്റിന്റെ നോൺ ടാക്സ് റവന്യൂ ആണ്. അപ്പോൾ എന്താണ് പ്രോഫിറ്റ് ഗവൺമെന്റിന്റെ ഒരു നോൺ ടാക്സ് റവന്യൂ ആയിട്ട് പറയാം, അല്ലെങ്കിൽ നികുതി ഏതര വരുമാനമായിട്ട് പറയാം. ക്ലിയർ ആണല്ലോ, റെഡി അല്ലേ? എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അടുത്തതാണ് GST കൗൺസിൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ പോളിസീസിന്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുമ്പോഴും GST പറ്റി ചോദിക്കുന്നുണ്ട്. SGST, CGST എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പറ്റി ചോദിക്കുന്നുണ്ട്. ഒന്ന് നോക്കുക, GST സമിതിയുടെ ശുപാർശകൾ ഏതെങ്കിലും 3 എണ്ണം. അതായത് GST എന്തൊക്കെ GST പറയുന്നത് ഒന്ന് പറഞ്ഞു നോക്കുക. GST എന്തിനൊക്കെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്? ഗുഡ്സ് ആൻഡ് സെയിൽസ് സർവീസ് ടാക്സ്, അതായത് ഗുഡ്സ് ആൻഡ് സർവീസ്. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസിനെ കുറിച്ച് പറയുന്നുണ്ട് ഇല്ലേ? അതായത് ചരക്കുകളും സേവനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ചരക്ക് സേവന നികുതിയാണല്ലോ, അപ്പോൾ ചരക്കുകളെ പറ്റി പറയുന്നുണ്ട്, സേവനങ്ങളെ പറ്റി പറയുന്നുണ്ട് ഇല്ലേ? പിന്നെ എന്ത് പറയുന്നുണ്ട്? ഇപ്പൊ നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഗുഡ്സ് ആൻഡ് സർവീസ്, അതിനെ പറ്റി പറയുന്നുണ്ട് GSTയിൽ. അടുത്തത് ഡിറ്റർമൈനിങ് GST റേറ്റ്സ്. GST റേറ്റ്സിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, GST കൗൺസിലാണ് തീരുമാനിക്കുന്നത്. അടുത്ത എന്താണ് ദ ഫ്രെയിം ഫോർ ഇൻക്ലൂഡിങ് എക്സ്ക്ലൂഡിങ് ഐറ്റംസ് ടു GST, അല്ലെങ്കിൽ GSTയിൽ ഉൾപ്പെടുത്തേണ്ട അല്ലെങ്കിൽ ചരക്കു സേവന നികുതിയിൽ ഉൾപ്പെടുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തിൽ പറയുന്നുണ്ട്, GSTയിൽ പറയുന്നുണ്ട്. ഒരു 3 എണ്ണം മാത്രമേ ഇതിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. 3 എണ്ണം നോക്കുക. അടുത്തൊരു 3 എണ്ണം ആണെങ്കിൽ നമ്മൾ എന്ത് പറയാം, ടാക്സ് എക്സംപ്ഷൻ ലിസ്റ്റ് ബേസിസ് ഓൺ ദ ടോട്ടൽ ടേൺ ഓവർ, അതായത് മൊത്തം വിറ്റുവരവിന്റെ അടിസ്ഥാനത്തിലുള്ള നികുതി ഒഴിവിന്റെ പരിധി നിശ്ചയിക്കൽ. അതായത് നമുക്ക് കിട്ടുന്ന നികുതിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ GSTയിൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ആരാണ്? GST കൗൺസിലാണ്. ക്ലിയർ അല്ലേ? കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലല്ലോ. നോക്ക, ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇനി ചോദിക്കുന്നത് CGSTയും SGSTയും IGSTയും എന്താണെന്നുള്ളതാണ്. CGST എന്താന്ന് നോക്കുക. CGST എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ പേര് പോലെ തന്നെ എന്തിനെ പറ്റിയാ പറയുന്നത്, സ്റ്റേറ്റ് GST അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ GST. ഓക്കെ, അപ്പൊ ഇത് നോക്കുക. SGST എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് സ്റ്റേറ്റ് പിരിക്കുന്ന GSTകളെയാണ് എന്തെന്ന് പറയുന്നത്, SGST എന്ന് പറയുന്നത്. അതുപോലെ തന്നെ CGST എന്ന് പറഞ്ഞാലോ സെൻട്രൽ ഗവൺമെന്റ് പിരിക്കുന്ന GSTകളെയാണ് എന്തെന്ന് പറയുന്നത്, CGST എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ IGST എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ആണ്, രണ്ടും കൂടി എടുക്കുന്നുണ്ട്. സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും ഒരുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, GST കളക്ട് ചെയ്യുന്നതിനെയാണ് IGST എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാല് CGST അല്ല SGST,
ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്, അഥവാ സംസ്ഥാന ഗവൺമെന്റ് ആണ്. SGST ആരാണ്? സംസ്ഥാന ഗവൺമെന്റ് ആണ്. ക്ലിയർ അല്ലേ? CGST ആരാണ്? CGST ആരാണ് വാങ്ങുന്നത്? സെൻട്രൽ ഗവൺമെന്റ് അഥവാ കേന്ദ്ര ഗവൺമെന്റ് ആണ്. IGST എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ഇൻ ഇമ്പോസ്റ്റ് ആൻഡ് കളക്ടഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ആസ് നോൺ ആസ് IGST. ഓക്കെ, അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ, അതായത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഇടപാടിലൊക്കെ വരുന്നതാണ്. അപ്പോൾ അതും കളക്ട് ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റുകളിൽ നമ്മൾ വ്യത്യാസം ഉണ്ടാവും. സ്റ്റേറ്റ് എന്ത് ചെയ്യും? ഓരോ സ്റ്റേറ്റ് മാറുമ്പോഴും വ്യത്യാസം വരും. പക്ഷെ എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? സെൻട്രൽ ഗവൺമെന്റ് ആണ് പ്രൈം ആയിട്ട് എന്ത് കളക്ട് ചെയ്യുന്നത്? IGST കളക്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? കാണുന്നില്ലേ? റെഡി അല്ലേ? അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. വാട്ട് ഈസ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്? നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് എത്തി. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ എന്നുള്ള ആ ഒരു പോർഷനിൽ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യണം. മറ്റെന്ത് ഫോളോ ചെയ്തില്ലെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പിടിക്കാം. തേർഡ് വൺ എന്താണ്? റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ചാണ് നോക്കുന്നത്. നോക്കുക, വാട്ട് ഈസ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് അഥവാ ഉപഗ്രഹ വിദൂര സംവേദനം എന്നാൽ എന്ത്? ഒന്ന് പറഞ്ഞു നോക്കുക. ജസ്റ്റ് കമന്റ് ചെയ്ത് നോക്കാം. ഓട്ടെ. പ്രോസസ് ഓഫ് ഗ്യാതറിംഗ് ഇൻഫർമേഷൻ ഓൺ എർത്ത് സർഫേസ് യൂസിംഗ് സെൻസേഴ്സ് മൗണ്ടഡ് ഓൺ സാറ്റലൈറ്റ്സ്. എന്താണ്? കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? റിമോട്ട് സെൻസിംഗ് എന്ന് പറയുന്നത്. റിമോട്ട് സെൻസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാറ്റലൈറ്റുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ വഴി ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്താണ് വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയെ കുറിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്? റിമോട്ട് സെൻസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? നമ്മൾ കൃത്രിമ ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ, സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ, അതായത് എന്ത് ചെയ്യാം? ജിയോ സാറ്റലൈറ്റ്, അങ്ങനെ സൺസിൻക്രോണസ് സാറ്റലൈറ്റ്സ്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? ഇതിനെ പറയാം. ഇതിനെ രണ്ട് പാർട്ടാക്കി അങ്ങനെ വേണമെങ്കിൽ നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ റിമോട്ട് സെൻസറിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? അടുത്ത നോക്കുക, വാട്ട് ആർ ദ റിമോട്ട് ഓഫ് ഏരിയൽ റിമോട്ട് സെൻസിങ്. അപ്പോൾ ലിമിറ്റേഷൻസ് അഥവാ പോരായ്മകൾ, എന്തൊക്കെ പോരായ്മകളാണ് ആകാശീയ വിദൂര സംവേദനത്തിന് അല്ലെങ്കിൽ ഏരിയൽ റിമോട്ട് സെൻസിങ്ങിനുള്ളത്? ഇപ്പോൾ നമ്മൾ ആകാശത്തിലൂടെ പോകുമ്പോൾ നമ്മൾ ടോപ്പിക് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞൊരു കേസാണത്. ആകാശത്തിൽ അല്ലെങ്കിൽ വിമാനം അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള നമ്മൾ ആകാശത്തിൽ സഞ്ചരിക്കുന്ന വെഹിക്കിൾസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഫോട്ടോസ് എടുക്കുക അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്? ഒന്ന് പറഞ്ഞു നോക്കുക. എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഷെയ്ക്കിംഗ് ഓഫ് എയർക്രാഫ്റ്റ്സ് ആൻഡ് അഫക്ട്സ് ദ ക്വാളിറ്റി ഓഫ് ഫോട്ടോസ്. അതായത് ഷെയ്ക്കിങ് അല്ലെങ്കിൽ നമ്മൾ ആകാശേതര റിമോട്ട് സെൻസിംഗിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആകാശങ്ങൾ അല്ലെങ്കിൽ വിമാനത്തിൽ നിന്നൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ എന്ത് ചെയ്യാം? ഷെയ്ക്ക് ചെയ്യാം. ഈ ഷെയ്ക്ക് ചെയ്യുന്നത് എന്തിനെ പറ്റും? അല്ലെങ്കിൽ ഈ എയർക്രാഫ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കുലുക്കം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? എടുക്കുന്ന ഫോട്ടോസിൽ അല്ലെങ്കിൽ ചിത്രങ്ങൾക്ക് എന്ത് സംഭവിക്കും? ക്വാളിറ്റിയിൽ വ്യത്യാസം വരും, ക്വാളിറ്റി കുറഞ്ഞു പോകും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ക്ലാരിറ്റി കുറയും. ഈ സംഗതികളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത എന്താണ്? എയർക്രാഫ്റ്റ് റിക്വയർസ് ഓപ്പൺ സ്പേസ് ഫോർ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ്. അതായത് ഇപ്പോൾ എയർക്രാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? വലിയ എയർക്രാഫ്റ്റ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം എയറോപ്ലെയിനൊക്കെ എങ്ങനെയാണ്? റൺവേയിലൂടെ ഒക്കെ വലിയ റൺവേ വേണം. ഇത് ലാൻഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പോകണമെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം? വലിയ ചെലവുകൾ വരും. അപ്പോൾ അതൊക്കെ എന്താണ്? അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്ത നോക്കുക. ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ടു ടേക്ക് ഫോട്ടോഗ്രാഫ്സ് ഓൺ റീജിയൻ ദാറ്റ് ആർ വാസ്റ്റ് ആൻഡ് എക്സ്റ്റെൻസീവ്. അതായത് വലിയ അല്ലെങ്കിൽ എന്ത് ചെയ്യാം? വിസ്തൃതമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ ഒരു ഏരിയസിനെ മൊത്തമായിട്ട് കവർ ചെയ്ത് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് എന്തിൽ പ്രായോഗികമല്ല? ഏരിയൽ റിമോട്ട് സെൻസിങ് അഥവാ വിദൂര സംവേദനത്തിന്റെ ആകാശീയ വിദൂര സംവേദനത്തിൽ എന്ത് ചെയ്യില്ല? പ്രായോഗികമല്ല. ഓക്കെ, അപ്പൊ ഇനി അത് ക്ലിയർ ആണല്ലോ? റെഡി അല്ലേ? ഇനി അടുത്ത നോക്കാം.
ഫ്യൂവലിംഗ് ആൻഡ് റീഫ്യൂവലിംഗ്. അതായത് ഇതിന് ഭയങ്കര ചിലവ് വരും. ഇപ്പോൾ നമ്മളെ എയറോപ്ലെയിൻസ് ഒക്കെ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് എയർക്രാഫ്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ചിലവ് എന്ന് പറയുന്നത് വളരെ ഭീമമാവും. ഇത് റീഫ്യൂവൽ ചെയ്യാൻ അല്ലെങ്കിൽ ഫ്യൂവലിംഗ് ചെയ്യുമ്പോൾ ഒക്കെ എന്ത് ചെയ്യും, നല്ല നല്ല ഭീമമായിട്ടുള്ള തുകയാണ് അതിന് വരും. അപ്പോൾ നമ്മൾ പെട്രോളൊന്നും അടിക്കുന്ന മാതിരിയല്ല. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ചിലവുകൾ അതിന് വേണ്ടി വരും. ഏരിയൽ റിമോട്ട് സെൻസിങ്ങിലൊക്കെ വേണ്ടി വരും. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒന്ന് കമന്റ് ചെയ്യാം. ഹൈഡ്രജൻ ഫ്യൂവൽ. ഏതായാലും അത് ഫ്യൂവൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ എടുക്കുമ്പോൾ ഒക്കെ നല്ല കോസ്റ്റ് വരുന്നുള്ളതാണ് പറയുന്നത്. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് മൂവ് ചെയ്യണേ. നോക്കാം, ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. സോറി, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒന്ന് നോക്കാം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ഇവിടെ ചില ടേംസ് മിസ്സിംഗ് ആണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാണ്, ഒന്ന് ഫില്ല് ചെയ്യണം. നോക്കാം, ക്ലിയർ ആയിട്ട് നോക്കുക. 2 ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് അഡ്ജോയിനിങ് ഏരിയാസ് വിത്ത് ഓവർലാപ്പ്, അഥവാ ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങൾ. സ്റ്റീരിയോ പെയർ. റെഡി. അടുത്ത നോക്കുക, പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത നോക്കുക, the size of smallest object on Earth's surface that has satellite sensor can distinguish. അതായത് സെൻസറിന് തിരിച്ചറിയാൻ കഴിയുന്ന ഭൂതലത്തിലെ ഏറ്റവും ചെറിയ വസ്തുവിന്റെ വലിപ്പം എത്രയാണ്? നോക്ക. അടുത്ത നോക്കാം, സ്റ്റീരിയോസ്കോപ്പ് എന്താന്നുള്ളത്. ഞാൻ ഈ ഉത്തരങ്ങൾ എന്തൊക്കെയാ നോക്കാം. സ്റ്റീരിയോസ്കോപ്പ്, ഫസ്റ്റത്തെ ആൻസർ സ്റ്റീരിയോ പെയർ ആണ്. അതായത് 2 ഏരിയൽ ഫോട്ടോഗ്രാഫ്സിനെ അഡ്ജോയിൻ ചെയ്യുന്ന ഓവർലാപ്പുകൾ എന്താണ്? സ്റ്റീരിയോ പെയർ ആണ്. അടുത്തത് ദ കാരിയർ ഓഫ് ഓൺ വിച്ച് സെൻസേഴ്സ് ആർ ഫിക്സ്ഡ് കോൾഡ് എ പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? സംവേദങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലത്തിനെയാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അടുത്ത നോക്കുക, എർത്തിൽ നിന്നും അല്ലെങ്കിൽ സൈസ് ഓഫ് സ്മോളസ്റ്റ് ഒബ്ജക്ട് ഓൺ എർത്ത് സർഫേസ് ക്യാൻ സാറ്റലൈറ്റ് സെൻസർ ഡിസ്റ്റിങ്വിഷ്. അതായത് നമ്മളെ സാറ്റലൈറ്റ് സെൻസറുകൾക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന എർത്തിലെ ഏറ്റവും ചെറിയ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കാര്യം എന്ന് പറയുന്നത് എന്താണ്? അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്പേഷ്യൽ റെസൊല്യൂഷൻ ആണ്. അഥവാ സ്പേഷ്യൽ റെസൊല്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്? എർത്ത് സർഫേസിൽ നിന്നും സാറ്റലൈറ്റുകൾക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കാം, ദ ഇൻസ്ട്രുമെന്റ് ദാറ്റ് പ്രൊവൈഡ്സ് 3-dimensional വ്യൂസ് ഫ്രം ഏരിയൽ ഫോട്ടോഗ്രാഫ്സ്. അതായത് ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം 3D ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ കിട്ടാൻ അല്ലെങ്കിൽ 3D ആയിട്ടുള്ള ചിത്രങ്ങൾ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ അടുത്തതിലേക്ക് പോവാം. കമ്പയർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ആൻഡ് സൺ സിങ്ക്രോണൈസ് സാറ്റലൈറ്റ്സ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു സാധനമാണ്, നമ്മൾ ടോപ്പിക് എടുക്കുമ്പോൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. എന്താണ്? ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ആൻഡ് സൺ സിങ്ക്രോണസ് സാറ്റലൈറ്റ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിനെ പറ്റിയിട്ടൊന്ന് നിങ്ങൾ കാര്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സും സൺ സിങ്ക്രോണസ് സാറ്റലൈറ്റ്സും? ഒന്ന് പറഞ്ഞു നോക്കുക. കമന്റ് കാണുന്നില്ല, കമന്റ് നോക്കുക, ഒന്ന് നോക്കുക. ജസ്റ്റ് റിവോൾവ് വിത്ത് എർത്ത്. റെഡി. കറക്റ്റാണ്. നോക്കുക, ഭൂസ്ഥിര ഉപകരണങ്ങൾ അഥവാ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് എന്താ ചെയ്യുന്നത്? സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്നു. അതായത് ഭൂമി റിവോൾവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഭൂമിയുടെ റെസൊല്യൂഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഭൂമിയുടെ എന്താണ് സഞ്ചാരപഥത്തിനനുസരിച്ച് മൂവ് ചെയ്യുന്ന സാറ്റലൈറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ജിയോ സിങ്ക്രോണസ് സാറ്റലൈറ്റ്സ്. അതുപോലെ തന്നെ എന്താണ്? ഒരു പ്രദേശത്തിന്റെ സ്ഥിരമായിട്ടുള്ള വിവരശേഖരണത്തിന്, അതായത് ഒരു പ്ലേസിൽ നിന്നും ഈ സെയിം പ്ലേസിന്റെ എന്ത് ചെയ്യാം സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ 1/3 ഭാഗം നിരീക്ഷിക്കുന്നത്, അതായത് 3/1 ഭൂമിയുടെ 1/3 ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? എർത്തിന്റെ 1/3 ഭാഗം നിരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നു. അതായത് വെതർ കാസ്റ്റ്, അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ജിയോ സിങ്ക്രോണസ് സാറ്റലൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് ഇൻസാറ്റ് ഉപകരണങ്ങളാണ്. ഇൻസാറ്റ് ആണ് ജിയോ സിങ്ക്രോണസ് സാറ്റലൈറ്റ്സിന്റെ ഉദാഹരണം എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി അടുത്ത നോക്കാം സൗരസ്ഥിര ഉപകരണങ്ങൾ അല്ലെങ്കിൽ സൺസിൻക്രോണസ് സാറ്റലൈറ്റ്സ്. ഈ സൺസിൻക്രോണസിൽ എന്തൊക്കെയാ പറയുന്നത് നോക്കാം. സഞ്ചാരപഥ ഭൂമിയിൽ നിന്ന് ഏകദേശം 900 കിലോമീറ്റർ ഉയരത്തിലാണ്. ജിയോസിൻക്രോണസ് 36,000, സൺസിൻക്രോണസ് 900. അടുത്ത നോക്കാം ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയുടെ വലം വെക്കുന്നു. ഭൂമിയെ വലയം വെക്കുന്ന അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഭൂമിക്ക് ഒപ്പം പോകുന്നതായിരുന്നു, ഇത് ഭൂമിയെ വലയം വെക്കുന്ന ഒരു ഉപകരണമാണ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ആണ്. അടുത്ത നോക്കാം ഒരു പ്രദേശത്തിന് ആവർത്തിച്ചുള്ള വിവരശേഖരണം, അതായത് എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് ഒരേ സെയിം സ്ഥലത്തിന്റെ റിപ്പീറ്റേഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂസ്ഥിര ഉപകരണങ്ങളെക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധി, അതായത് ജിയോ സിൻക്രോണസ് എന്ത് ചെയ്യുന്നുണ്ട്, നേരത്തെ പറഞ്ഞ മാതിരി 36,000 കിലോമീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇത് എത്രയേ ഉള്ളൂ, 900 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ഭൂസ്ഥിര ഉപകരണങ്ങളെക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയേ ഉള്ളൂ. അതുപോലെ തന്നെ എന്താണ് പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെ കുറിച്ചുള്ള വിവരശേഖരണത്തിന്, അതായത് ഭൂമിയിൽ എന്തൊക്കെ നാച്ചുറലി ക്രിയേറ്റ് ചെയ്യപ്പെട്ട റിവേഴ്സ് അതുപോലെ തന്നെ ലാൻഡുകൾ, ഈ കാര്യങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, സൺസിൻക്രോണസ് സാറ്റലൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് IRS ആണ്. ഓക്കെ, ലാൻഡ് സ്റ്റാറ്റ് ഉപകരണങ്ങൾ അഥവാ IRS ആണ് എന്തിന് ഉദാഹരണം എന്ന് പറയുന്നത്, സൺസിൻക്രോണസിന്. IRS സാറ്റലൈറ്റ്, ഇൻസാറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ, റെഡി അല്ലേ? അടുത്തതിലേക്ക് മൂവ് ചെയ്യാണ്. What do the following statements regarding remote sensing indicates? റിമോട്ട് സെൻസിങ്ങിനെ ബന്ധിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ. ഓക്കെ, നോക്കാം ക്വസ്റ്റ്യൻ നോക്കാം. ദി എമൗണ്ട് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ റിഫ്ലക്റ്റഡ് ബൈ ഈച്ച് ഒബ്ജക്ട്. അതുപോലെ തന്നെ ദ ഡിവൈസ് യൂസ്ഡ് ഫോർ ഡാറ്റ കളക്ഷൻ ഇൻ റിമോട്ട് സെൻസിങ്. എന്താണ് ഓരോ വസ്തുവും പ്രതിഫലിക്കുന്ന വൈദ്യുത കാന്തിക വികിരണത്തിന്റെ അളവ്. അതുപോലെ തന്നെ എന്താണ് വിദൂര സംവിധാനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ഉപകരണം. ഇത് രണ്ടും ഏതൊക്കെയാണ്? നെക്സ്റ്റ് നോക്കുക, ബി സെൻസേഴ്സ് ആണ്. എന്താണ് ഡിവൈസ് യൂസ് ഫോർ ഡാറ്റ കളക്ഷൻ റിമോട്ട് സെൻസിങ്. റിമോട്ട് സെൻസിംഗിൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ്, റിമോട്ട് സെൻസിംഗിൽ എന്താണ് യൂസ് ചെയ്യുന്നത്, സാറ്റലൈറ്റുകളാണ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, വിവരശേഖരത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണം എന്ന് പറയുന്നത് എന്താണ്, സാറ്റലൈറ്റുകളാണ്. ഓക്കെ, റെഡി അല്ലേ? സാറ്റലൈറ്റുകൾ അഥവാ സംവേദകങ്ങൾ. ക്ലിയർ അല്ലേ? ഇനി നോക്കാം, ഈ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്, ഒരു പട്ടികയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്, കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, നോക്കാം, കോളം എ കൊടുത്തിട്ടുണ്ട്, കോളം ബി കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച സാധനമാണ്, ഒന്ന് നോക്കിട്ടോ. ഇൻസാറ്റിയിൽ എന്തായിരിക്കും, ഇൻസാറ്റിയിൽ എന്താണ്, ജിയോ. റെഡിയാണ് ജിയോ, സോറി ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണ്. അടുത്ത എന്താണ്, IRS ആണ് വരുന്നത്. IRS എന്താണ്, കറക്റ്റ്. അതുപോലെ തന്നെ സ്റ്റീരിയോസ്കോപ്പ് എന്താണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നോക്ക്, സ്റ്റീരിയോസ്കോപ്പ് എന്താണ്, ഏരിയൽ റിമോട്ട് സെൻസിങ് ആണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്തിന് റിലേറ്റഡ് ആണ്, ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ GIS-ഉമായിട്ട് റിലേറ്റഡ് ആണ്. ക്ലിയർ അല്ലേ? ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന സാധനമല്ലല്ലോ, കറക്റ്റ് അല്ലേ? ഓക്കെ, നമ്മൾ അടുത്തേക്ക് പോവാം. അടുത്ത എന്താണ്, വാട്ട് ഈസ് റിമോട്ട് സെൻസിങ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് റിമോട്ട് സെൻസിങ് എന്നുള്ളത്. റിമോട്ട് സെൻസിങ് എന്താണെന്നുള്ള നമ്മൾ പറയാലോ. ക്ലാസിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ റിമോട്ട് സെൻസിങ് യൂസിങ് ഗിവൺ ഹിന്റ്സ്. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ എന്തിനെ കുറിച്ച് വിശദമാക്കുക, റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ച് വിശദമാക്കുക. എന്തൊക്കെയാണ് കൊടുത്തത്, സോഴ്സ് ഓഫ് എനർജി ആൻഡ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഒന്ന് പറഞ്ഞു നോക്കുക, ജസ്റ്റ് നോക്കട്ടോ. ഇവിടെ നോക്കുക, നേരത്തെ പറഞ്ഞ സാധനമാണ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സെൻസറുകൾ യൂസ് ചെയ്തുകൊണ്ട് ഏരിയയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്, വിവരങ്ങൾ കളക്ട് ചെയ്യുന്ന പ്രക്രിയയാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അതിൽ പാസീവ് റിമോട്ട് സെൻസിങ് എന്താണ്, റിമോട്ട് സെൻസിങ് ഈസ് ക്യാരിഡ് ഔട്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സോളാർ എനർജി ഈസ് നോൺ ആസ് പാസീവ് റിമോട്ട് സെൻസിങ്. അതായത് എന്താണ്, സൗരോർജ്ജത്തിന്റെ സഹായത്താൽ നടത്തുന്ന അല്ലെങ്കിൽ ചെയ്യപ്പെടുന്ന
റിമോട്ട് സെൻസിങ് ആണ് എന്തെന്ന് പറയുന്നത്, പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അടുത്തത് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജി, റേഡിയേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സെൻസർ യൂസ് ചെയ്തുകൊണ്ട് റിമോട്ട് സെൻസിങ് നടത്തുന്ന പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്, ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. പരോക്ഷ വിദൂര സംവേദനം എന്ന് പറയും കേട്ടോ. സൗരോർജ്ജം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇത് കളക്ട് ചെയ്യുന്നതിന്, വിവരങ്ങൾ കളക്ട് ചെയ്യുന്ന പ്രക്രിയനെ എന്തെന്ന് പറയുന്നത്, പാസീവ് റിമോട്ട് സെൻസിങ്ങിന്റെ മലയാളം എന്ന് പറയുന്നത് പരോക്ഷ വിദൂര സംവേദനം എന്നാണ്. ഓക്കെ, പ്രത്യക്ഷ വിദൂര സംവേദനമാണ് എന്തെന്ന് പറയുന്നത്, ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് റിമോട്ട് സെൻസിങ് ബേസ്ഡ് ഓൺ ദ പ്ലാറ്റ്ഫോമുകൾ, അതായത് എന്തൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോം എന്തിൻ്റെയൊക്കെയെന്നുള്ള അടിസ്ഥാനം എന്നുള്ളതാണ് പ്ലാറ്റ്ഫോമിനെ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നോക്കുക, അതിൽ നോക്കുക, അതിലാണ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി വരുന്നത്. ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരെ ലാൻഡിൽ നിന്നുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്ന പ്രക്രിയയാണ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏരിയൽ റിമോട്ട് സെൻസിങ്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എയർക്രാഫ്റ്റിൽ നിന്നും ഫോട്ടോസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്, ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാറ്റലൈറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സാറ്റലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഉപഗ്രഹങ്ങൾ യൂസ് ചെയ്തുകൊണ്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഹിന്റുകൾ പറഞ്ഞാൽ സോഴ്സ് ഓഫ് എനർജിയെ കുറിച്ചാണ് ഫസ്റ്റ് നോക്കിയത്. സോഴ്സ് ഓഫ് എനർജി പറഞ്ഞാൽ ഏതൊക്കെ എനർജിയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ഊർജ്ജമാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ പാസീവ് റിമോട്ട് സെൻസിങ്ങിലാവുമ്പോൾ അത് സോളാറാണ്. ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങിലാവുമ്പോൾ ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജി ആണ്, അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള സോഴ്സ് ഓഫ് എനർജി ആണ്. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് റിമോട്ട് സെൻസിങ് ഓൺ പ്ലാറ്റ്ഫോം ആകുമ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ എന്താകുന്നുണ്ട്, ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏരിയൽ റിമോട്ട് സെൻസിങ് വരുന്നുണ്ട്, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് വരുന്നുണ്ട്. അതിന്റെ മലയാളം പറയുകയാണെങ്കിൽ ഭൂതല ഛായാഗ്രഹണം, ആകാശീയ വിദൂര സംവേദനം, അതുപോലെ തന്നെ ഉപഗ്രഹ വിദൂര സംവേദനം. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് നോക്കാം. നേരത്തെ ചോദിച്ച അതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലെന്താ നോക്കുക, മോഡേൺ ടെക്നിക്സ് ഓഫ് ജിയോഗ്രഫി ബേസ്ഡ് ഓൺ ദ ഗിവൺ ഹിൻസ്. ജിയോഗ്രഫിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞത് പ്ലാറ്റ്ഫോമുകൾ റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ചായിരുന്നു. ഇവിടെ എന്താണ്, ജിയോഗ്രഫിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം. എങ്ങനെ? GIS-ഉം അതുപോലെ തന്നെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റവും. GIS എന്ന് പറഞ്ഞാൽ ഭൂവിവര വ്യവസ്ഥ പ്രയോജനങ്ങളും ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റവും അതിന്റെ പ്രവർത്തന രീതി. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാണ്. ഓക്കെ, ഇതിൽ GIS എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പണ്ടൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്, നമ്മൾ കിട്ടുന്ന കളക്ട് ചെയ്യുന്ന ഡാറ്റേനെ നമ്മൾ മാപ്പുകളും അതുപോലെ തന്നെ എന്താണ് ടേബിളുകൾ ഗ്രാഫുകളൊക്കെ ആയിട്ട് മാറ്റുന്നതിനെയാണ് GIS എന്ന് പറയുന്നത്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, കറക്റ്റ് ആയിട്ട് ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു ഫാക്ടറിനെ ലൊക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതിന്റെ കറക്റ്റ് പൊസിഷനിങ് എവിടെയാണ് അല്ലെങ്കിൽ അതിന്റെ കറക്റ്റ് സ്ഥാനം എവിടെയാണെന്നുള്ളത് കണ്ടെത്തുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, GPS എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ പ്രവർത്തന രീതിയെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാം. നോക്കാം, ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്താണ് ചെയ്യുന്നത്, ഡാറ്റ കളക്ടഡ് ഫ്രോം ദ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ലൈക്ക് മാപ്പ്, ഏരിയൽ ഫോട്ടോഗ്രാഫ്സ്, സാറ്റലൈറ്റ്സ്, ഇമാജിനറി ടേബിൾസ്, സർവേസ് എക്സെട്ര are incorporated to the computer and using software which are retrieved and analyzed and displayed in the form of maps, tables and graphs. അപ്പോൾ എന്താണ് ചെയ്യുന്നത്, കിട്ടുന്ന ഡാറ്റാസ് അതായത് മാപ്പുകൾ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ്സ്, ടേബിൾസ്, ഏരിയൽ ഫോട്ടോഗ്രാഫ്സ്, സാറ്റലൈറ്റ് ഫോട്ടോഗ്രാഫ്സ്, ഇങ്ങനെ ഈ കിട്ടുന്ന ഇൻഫർമേഷൻ ഒക്കെ എന്താണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസിലേക്ക് ഇട്ടിട്ട് അതിനെ ക്രോഡീകരിച്ചതിന് ശേഷം അതിനെന്താക്കി മാറ്റാണ്, അതിനെ മാപ്പുകൾ, ടേബിളുകൾ അതുപോലെ തന്നെ ഗ്രാഫുകളൊക്കെ ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ഭൂവിവര വ്യവസ്ഥ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കാം, ഇതിൽ എന്തൊക്കെ ഡാറ്റാസ് വരുന്നുണ്ട് GIS-ലേക്ക് വരുമ്പോൾ സ്പേഷ്യൽ ഡാറ്റാസ് ഉണ്ട്, ആട്രിബ്യൂട്ട്സ് ഉണ്ട്. സ്പേഷ്യൽ ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റാസൊക്കെയാണ്, ഡാറ്റാസിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആട്രിബ്യൂട്ട്സ് പറയുമ്പോൾ ഇതിലെന്തൊക്കെ വരും, ടേബിള്, മാപ്പുകൾ, ഗ്രാഫുകൾ ഒക്കെ എന്താണ്, ആട്രിബ്യൂട്ട്സ് ആണ്. ഓക്കെ, ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട്, ഇതിനൊരു പ്രക്രിയയെ കുറിച്ചാണ് ഫസ്റ്റ് പറയുന്നത്. കമ്പൈൽ ഡാറ്റ ഫ്രം ഡിഫറെന്റ് സോഴ്സസ്, അതായത് കിട്ടുന്ന സാറ്റലൈറ്റുകൾ അല്ലെങ്കിൽ ഏരിയൽ ഫോട്ടോഗ്രാഫി, സാറ്റലൈറ്റ് ഫോട്ടോഗ്രാഫി, അതുപോലെ തന്നെ പല പ്രോസസ്സിലൂടെ കിട്ടുന്ന ഫോട്ടോസിനൊക്കെ എന്ത് ചെയ്യുന്നു, കമ്പൈൽ ചെയ്യുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഡാറ്റേനൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു പ്രക്രിയനെ കുറിച്ച് കറക്റ്റായിട്ട് നോക്കി വെക്കാം.
ഓക്കെ, റെഡി ആണല്ലോ. കണ്ടക്ട് തീമാറ്റിക് സ്റ്റഡീസ് നടത്തുന്നു. അതുപോലെ തന്നെ അടുത്ത് എന്ത് ചെയ്യുന്നു, റെപ്രസെന്റ് ജിയോഗ്രാഫിക് ഫീച്ചേഴ്സ് സ്പെഷ്യലി. അതായത് എന്ത് ചെയ്യാണ്, ഓരോ പ്രത്യേകതകൾ, അതായത് ഓരോ സ്ഥലങ്ങൾക്ക് ഓരോ പ്രത്യേകത ഉണ്ടാവും, അതിനൊക്കെ കറക്റ്റായിട്ട് ഫീച്ചേഴ്സിനൊക്കെ അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ജനറേറ്റ് വിഷ്വൽ മോഡൽസ് ഓഫ് ഫ്യൂച്ചർ ഫെനോമിന ആൻഡ് പ്രോസസ്സ്. എന്ത് ചെയ്യാണ്, ഇതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രോസസ്സുകളൊക്കെ എന്ത് ചെയ്യാണ്, കറക്റ്റായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ഡാറ്റ കളക്ട് ചെയ്ത ഡാറ്റയെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പ്രിപ്പയർ മാപ്സ്, ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ്. കളക്ട് ചെയ്യപ്പെട്ട മാപ്പുകൾ അല്ലെങ്കിൽ ഡാറ്റാസിനെ കുറിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാപ്പ്, ടേബിൾസ്, ഗ്രാഫ്സ് ഒക്കെ ആക്കി മാറ്റുന്ന പ്രക്രിയ. ഓക്കെ, ഈ ഒരു കറക്റ്റ് സാധനം ഒന്ന് നോക്കിയേക്കുക. ഇനി അടുത്തത് എന്താണ്, ലിസ്റ്റ് ഔട്ട് മേജർ ഹിമാലയ. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് കയറാണ് കേട്ടോ. ലാസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കഴിഞ്ഞ 3 തവണയും ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇല്ല, അല്ലെങ്കിൽ സെക്കൻഡ് ടേമിൽ ഒന്നും എന്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. ഈ ഹിമാലയൻസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അധികമായിട്ട് ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി വെക്കാം. ഒന്ന് നോക്കുക, ഹിമാലയ റിവേഴ്സ് ഫ്ലോ ത്രൂ ഇന്ത്യ ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, എന്താണ് ഹിമാലയ റിവേഴ്സിനെ കുറിച്ചിട്ടും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രത്യേകതകളെ കുറിച്ചുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഹിമാലയത്തിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? ഇൻഡസ്, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. ഇൻഡസ്, ഗംഗ അല്ലെങ്കിൽ ബ്രഹ്മപുത്ര, അതായത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, ഈ 3 നദികളാണ് ഹിമാലയത്തിൽ നിന്നും പോകുന്നത്. ഓക്കെ, ഹിമാലയത്തിൽ നിന്നും ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ? നേരത്തെ പറഞ്ഞ കാര്യം തന്നെ പറയാം നമുക്ക്. എന്താണ്, ഹിമാലയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അടുത്തെന്താണ്, എക്സ്റ്റെൻസീവ് കാച്ച്മെന്റ് ഏരിയ ആണ്. എക്സ്റ്റെൻസീവ് കാച്ച്മെന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിവിസ്തൃതമായ വിസ്തൃത പ്രദേശമാണ്. അതായത് ഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ വൈഡായിട്ടുള്ള എന്തുണ്ട്, കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ട്. അതിന് ഒഴുകുന്ന സ്ഥലങ്ങൾ പറഞ്ഞാൽ അത്ര വിസ്തീർണമായിട്ടുള്ള ഏരിയാസ് ആയിരിക്കും. അതുപോലെ തന്നെ അതിശക്തമായ അപരദനീയ തീവ്രത അഥവാ ഇന്റൻസീവ് എറോഷനാണ്. ഇന്റൻസീവ് എറോഷൻ ഉണ്ട്. നെക്സ്റ്റ് വൺ എന്താണ്, പർവ്വത മേഖലകളിൽ ഗിരികേന്ദ്രങ്ങളിൽ നിന്ന് സൃഷ്ടിക്കുന്ന സമതലങ്ങൾ വളഞ്ഞു പൊളഞ്ഞ് ഒഴുകുകയും ചെയ്യുന്നു. അതായത് വാലീസ് ക്രിയേറ്റ് ഗോർജസ് മൗണ്ടൻ റീജിയൻസ് ആൻഡ് ടേക്ക് മൈൻഡറിങ് കോഴ്സ് വിത്ത് പ്ലാന്റ്സ്. ഇതിന്റെ ഒരു ഒഴുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്, വലിയ വലിയ പർവ്വതങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഹിമാലയസ് ആകുമ്പോൾ നമുക്ക് ചിന്തിച്ചാൽ അറിയാം, ഹിമാലയസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പർവ്വത നിരകളാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഹൈ ഇറിഗേഷൻ പൊട്ടൻഷ്യൽ, അതായത് കൃഷി ആവശ്യങ്ങൾക്കായിട്ടുള്ള വെള്ളങ്ങളൊക്കെ എന്തിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ഹിമാലയ റിവേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതും കറക്കും. ഇനി അടുത്തെന്താണ്, നേവിഗബിൾ അലോങ് ദ പ്ലെയിൻസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത്ര കാര്യങ്ങളൊക്കെയാണ് എന്തിലുള്ളത്, ഹിമാലയ റിവേഴ്സും അതിന്റെ പ്രത്യേകതകളും ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നത്. റെഡി അല്ലേ? ഇനി അടുത്ത് നോക്കാം, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഈസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻ ആൻഡ് വെസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ഈസ്റ്റേൺ കോസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റേൺ കാറ്റ്സ്, അങ്ങനെ ഈ 2 പ്രദേശങ്ങളെ കുറിച്ചും അതിന്റെ പ്രത്യേകതയെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കാം, ഇതിൽ എന്തൊക്കെയാണ്, പടിഞ്ഞാറൻ തീര സമതലം, അതുപോലെ തന്നെ കിഴക്കൻ തീര സമതലം. എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് നോക്കാം. ഫസ്റ്റ് കിഴക്കൻ തീര സമതലം എടുക്കാണ്. ഇതിലെന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ബിറ്റ്വീൻ അറേബ്യൻ സീ ആൻഡ് വെസ്റ്റേൺ ഗാട്സ്. വെസ്റ്റേൺ ഗാട്സിന്റെയും അറേബ്യൻ സീന്റെയും ഇടയ്ക്കാണ്. കറക്റ്റ് നമുക്ക് ചിന്തിച്ചാൽ അറിയാം അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, വെസ്റ്റേൺ ഗാട്സ് അല്ലെങ്കിൽ വെസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻ പറയുമ്പോൾ വെസ്റ്റേൺ ഗാട്സ് ഏറ്റവും റിലേഷൻ ഉണ്ടാവും ഇല്ലേ? അപ്പോൾ വെസ്റ്റേൺ ഗാട്സിന് കിട്ടുന്ന അതേ ഒരു പെക്യുലാരിറ്റി അല്ലെങ്കിൽ അതേ ഒരു സവിശേഷതയായിരിക്കും എന്തിനുണ്ടാവുക, വെസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻ. ഇതിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഫ്രം റാൻ ഓഫ് കച്ച് ടു കന്യാകുമാരി, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ ഒഴുകുന്നതാണ് എന്തെന്നുള്ളത് വെസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തെന്താണ്, കമ്പാരിറ്റീവ്ലി നാരോ ആണ്, നേർന്നതാണ്. ഈസ്റ്റ് കോസ്റ്റൽ പ്ലെയിനെക്കാട്ടിലും എന്താണ്, കുറച്ചുകൂടി നാരോ ആയിട്ടുള്ള ഒരു ഭൂസവിശേഷതയാണ് എന്തിനുണ്ടാവുക, വെസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻ ഉണ്ടാവുക. ഇനി എന്തൊക്കെ ഇതിനെ ഡിവൈഡ് ചെയ്യാം, 3 കോസ്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്, ഗുജറാത്ത് കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, മലബാർ കോസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത് നോക്കുക, ലേക്സ് ആൻഡ് ബ്ലാക്ക് വാട്ടേഴ്സ് ക്യാൻ ബി ഫൗണ്ട്. ലേക്സ് ഉണ്ടാവും, തടാകങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഉണ്ടാവും ബ്ലാക്ക് വാട്ടർ ഉണ്ടാവും, കായലുകളും അഴിമുഖങ്ങളുമാണ് അല്ലേ? റെഡി അല്ലേ? വെസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻ അഥവാ പടിഞ്ഞാറൻ സമതലം എന്ന് പറഞ്ഞാൽ അതാണ്. റെഡി അല്ലേ? ഇനി അടുത്ത് നോക്കാം, ഈസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻ, കിഴക്കിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പടിഞ്ഞാറേക്ക് വരുമ്പോൾ വെസ്റ്റേൺ ഗാട്സും അതുപോലെ തന്നെ അറേബ്യൻ സീ ആണെങ്കിൽ ഇപ്പുറത്തേക്ക് എന്തായിരിക്കും, ബേ ഓഫ് ബംഗാളാണ്, ബംഗാളിന്റെ ഭാഗത്തേക്കാണ് ഉണ്ടാവുക. ബംഗാൾ ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ട്, ഈസ്റ്റേൺ ഗാട്സ് ഉണ്ട്. റെഡി ആണല്ലോ? ഇനി അടുത്ത് നോക്കാം,
ഇവിടെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണെങ്കിൽ ഇവിടെ എന്താണ് സുന്ദർബൻ ഡെൽറ്റ റീജിയൻ ടു കന്യാകുമാരിയാണ് വരുന്നത്. സുന്ദർബന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് പോകുന്നത്. അടുത്ത് നോക്കാം, നേരത്തെ ഇവിടെ വീതി കുറവായിരുന്നു, അപ്പോൾ ഇവിടെ വീതി എന്തായിരിക്കും കൂടുതലായിരിക്കും, അതായത് നേരമുള്ളത് എന്തായിരിക്കും കമ്പാരിറ്റീവ്ലി വൈഡ് ആയിരിക്കും. അടുത്ത നോക്കുക, കോർമണ്ടൽ തീരസമതലം. ഈ നേരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊങ്കൺ അതുപോലെ തന്നെ മലബാർ, ഗുജറാത്ത് എന്നിങ്ങനെ 3 തീരസമതലമായിട്ട് കോസ്റ്റൽ പ്ലെയിൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടേക്ക് എത്തുമ്പോൾ ഈസ്റ്റേൺ കോസ്റ്റ് പ്ലെയിൻസിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോർമണ്ടൽ തീരസമതലം അതുപോലെ തന്നെ വടക്കൻ സിർക്കാസ് തീരസമതലം എന്നിങ്ങനെ തിരിക്കാം. നേരത്തെ 3 ആയിരുന്നു, ഇവിടെ എന്താണ്, ഇവിടെ 2 ഉള്ളൂ. ഓക്കെ, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, 2 നോക്കാം. ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു സിർക്കാർ പ്ലെയിൻ ആൻഡ് കോർമണ്ടൽ കോസ്റ്റ്. ഇവിടെ 3 ഉണ്ടാകുമ്പോൾ വെസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻസ് 3 ഉണ്ടാകുമ്പോൾ ഇതിന് എത്ര എണ്ണമായിട്ട് മാത്രമാണ് ഡിവൈഡ് ചെയ്യുന്നത്, 2 മാത്രമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടിയിലേക്ക് ഒരു വന്നിട്ടുണ്ട് ലാക്സ് ആൻഡ് ബ്ലേക്ക് വാട്ടേഴ്സ് ആൻഡ് വെസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻസിലുള്ളത്, അല്ലെങ്കിൽ കായലുകളും അഴിമുഖങ്ങളുമാണ് പടിഞ്ഞാറൻ സമുദ്രത്തിലുള്ളത്. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ എന്താണുള്ളത്, ഡെൽറ്റ രൂപീകരണമാണ് നടക്കുന്നത്. ഡെൽറ്റ ക്രിയേഷൻ ആണ് എന്തുണ്ടാവുന്നത്, ഈസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻസിൽ ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? അടുത്തേ പോട്ടെ. ഇനി നോക്കാം, ലോക്കൽ വിൻസ് ഫ്ലോസ് ഇൻ ദ ഡിഫറെന്റ് റീജിയൻ ഇൻ ദ വേൾഡ് ആൻഡ് ഇൻഫ്ലുവൻസ് ദെയർ ഗൺ ബിലോ അറേഞ്ച് ദം പ്രോപ്പർലി. നേരത്തെ പോലെ തന്നെ എന്താണ്, ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ ഇവിടെ 5 വിൻഡുകളെ പറ്റി അല്ലെങ്കിൽ കാറ്റിനെ പറ്റിയും അതുപോലെ തന്നെ അതിന്റെ പ്രാദേശിക സവിശേഷതകളെ കുറിച്ചും പറയുന്നുണ്ട്. ഇവിടെ നോക്കാം. ഓക്കെ, ഇവിടെ ഹർമാറ്റനെ പറ്റി ഫസ്റ്റ് പറയുന്നത് ശ്രദ്ധിക്കുക, അതിന്റെ കറക്റ്റ് ഉത്ഭവങ്ങളെ പറ്റിയിട്ടാണ് നോക്കുന്നത്. അതായത് വിൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും വിൻഡ് ബ്ലോ ഫ്രം ഡിഫറെന്റ് റീജിയൻസ്, അതിനെ ഈ വിൻഡുകളെ പറ്റിയിട്ടും അത് ബ്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ കാറ്റ് വീശുന്ന പ്രതലങ്ങളെ പറ്റി, റീജിയൻസിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്കാം, ഈ ഒരു കാര്യങ്ങൾ നോക്കാം. 4 വിൻഡുകളെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് വരുന്നത് ഹർമാറ്റൻ ആണ്. ഹർമാറ്റൻ നിങ്ങൾക്ക് കേട്ട് പരിചയമുണ്ടോ? ഒന്ന് നോക്കാം. ഹർമാറ്റൻ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? സഹാറ ഡെസേർട്ടുകളാണ്. സഹാറ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മരുഭൂമിയായിട്ടുള്ള സഹാറ മരുഭൂമിയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? ഹർമാറ്റൻ ഉത്ഭവിക്കുന്നത്, ഹർമാറ്റൻ വിൻഡ് ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ ലൂ ആണ് ഇന്ത്യൻ പ്ലെയിനിലുള്ളത്. ലൂ ആണ് ഇന്ത്യൻ പ്ലെയിനിൽ നിന്ന് വീശുന്ന കാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലൂ എന്ന് പറയുന്നത് എന്താണ്? ഉത്തര മഹാസമുദ്രം അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലാണ് എന്ത് വരുന്നത്? ലൂ വരുന്നത്. അതുപോലെ തന്നെ ഫോൺ എന്ന് പറയുന്നത് എന്താണ്? വെയിൽസ് ഓഫ് ആൽപ്സ് ആണ്. ആൽപ്സ് മൗണ്ടൈൻ എന്ന് പറഞ്ഞാൽ US-ലുള്ള ആൽപ്സ് മൗണ്ടൈനിൽ നിന്നുമാണ് എന്ത് പറയുന്നത്? ഫോൺ വരുന്നത്. അതുപോലെ തന്നെ ചിനൂക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? റോക്കീസ് പർവ്വത നിരയുടെ കിഴക്കേ ചെരുവിൽ നിന്നാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ചിനൂക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഒന്ന് കമന്റ് ചെയ്യാ, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിന്റെ ചാപ്റ്റേഴ്സിൽ നല്ല റീസെന്റ് ഇയേഴ്സിലൊന്നും കണ്ടിട്ടില്ല, ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും അഥവാ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണല്ലോ? ഇതിലൊന്നും നമുക്ക് വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മാത്രം ഒന്ന് ആലോചിക്കുക. ഇതിനെ പറ്റി ഈ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ എന്ത് ചെയ്യാം, ഈ റീസെന്റ് ഇയേഴ്സിലൊക്കെ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, വലിയ ബുദ്ധിയും കാര്യങ്ങളുമായിട്ട് പറ്റി ആലോചിക്കേണ്ട കാര്യങ്ങളൊന്നും ഇതിലില്ല. നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ സിമ്പിൾ ലൈഫ് അല്ലെങ്കിൽ നമ്മളെ പേഴ്സണൽ ലൈഫിൽ വെച്ച് റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും.
ഓക്കെ, അപ്പോൾ നമുക്ക് കൂളായിട്ട് എടുക്കുക. എക്സാംസിനൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഡിസ്കസ് ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യാം. ടോപ്പോഗ്രാഫിക് മാപ്സിന്റെ കേസിലേക്ക് വരുമ്പോൾ ടോപ്പോഗ്രാഫിക് മാപ്സിൽ കോണ്ടൂർ ലൈൻസിനെ പറ്റിയിട്ടാണ് കറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഗ്രിഡ് റെഫറൻസിനെ പറ്റിയിട്ടും റിപ്പീറ്റഡ് ആയിട്ട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പോഗ്രാഫിക് മാപ്സിന്റെ യൂസസ് കറക്റ്റായിട്ട് നോക്കി വെക്കുക. അതൊക്കെ എന്താ പറഞ്ഞാൽ പല കാര്യങ്ങളായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ 1 വേർഡിൽ ചോദിക്കും, 1 വേർഡിലായിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സെക്കൻഡ്, തേർഡ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെയിം സാധനം റിപ്പീറ്റഡ് ആയിട്ട് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു കാര്യം പഠിച്ചാൽ തന്നെ നമുക്ക് പല കാര്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ട്രിക്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി തിങ്കളാഴ്ച വരുന്ന എക്സാംസിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നന്നായിട്ട് ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് ഇത്ര പാറ്റേൺ മാത്രം മതി. കാരണം ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളിപ്പോൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് മീൻ ആൻസർ ചെയ്യുന്ന രീതി ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് പഠിച്ചു വെക്കുക. എന്നിട്ട് കറക്റ്റ് നല്ല ധൈര്യത്തോട് കൂടി പോയിട്ട് നമ്മൾ തിങ്കളാഴ്ചത്തെ എക്സാംസ് ഒന്ന് നന്നായിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ എസ്സേന്റെ കേസിൽ വരികയാണെങ്കിൽ എസ്സേന്റെ കേസസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എസ്സേന്റെ കേസിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്, റിമോട്ട് സെൻസിങ്ങിന്റെ ചാപ്റ്ററിലാണ്. ഇതിൽ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ഈ ഒരു പോർഷൻ ഉണ്ട്. ഈ ഒരു പോർഷനിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഓർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് കൂടുതലായിട്ടും ഈ റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ചുകൊണ്ടും അതുപോലെ തന്നെ ജിയോ സിങ്ക്രോണസ് സാറ്റലൈറ്റ്സ്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ്, അതുപോലെ തന്നെ സൺ സിങ്ക്രോണസ് സാറ്റലൈറ്റ്സ്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എസ്സേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കറക്റ്റായിട്ട് നോക്കി വെക്കുക. അതുപോലെ തന്നെ ടോപ്പോഗ്രാഫിക് മാപ്സിന്റെ കേസിൽ ഈ ഒരു പോർഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മൂന്ന് പ്രാവശ്യം ഇപ്പൊ കഴിഞ്ഞ എക്സാംസിലൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സെയിം സാധനം ഇങ്ങനെ തന്നെ ഒരു മാറ്റം ഇല്ലാണ്ട് കറക്റ്റായിട്ട് എങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എസ്സേയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ, ഈ ഒരു സാധനം ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കി വെക്കുക. അതുപോലെ തന്നെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുള്ളത് ഇതാണ്, ലിസ്റ്റ് എനി യൂസസ് ഓഫ് ടോപ്പോഗ്രാഫിക് മാപ്സിന്റെ യൂസസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററും അതുപോലെ തന്നെ റിമോട്ട് സെൻസറിങ്ങിന്റെ ചാപ്റ്ററും ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് എസ്സേ ചോദിച്ചിട്ടുള്ളത്. വേറെ മാറ്റി ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻസിന്റെ കേസിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ടും വരുന്നത് ഫിസ്ക്കൽ പോളിസീസിന്റെ ആണ്. അപ്പോൾ ഈ ഒരു 3 ചാപ്റ്റേഴ്സ് കറക്റ്റായിട്ടൊന്ന് എന്ത് ചെയ്യാം, കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇതിലുള്ള റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഈ ഒരു പോർഷനിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ അതിനെങ്ങനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം, എങ്ങനെ ആൻസർ ചെയ്യുന്നുള്ളത് ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ.